നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. PC ജോർജ് ചീഫ് വിപ്പ് സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് വക്താവ് MM ഹസൻ. MM ഹസൻ പണി നിർത്തി വീട്ടിലിരിക്കട്ടെ എന്ന് ജോർജിന്റെ മറുപടി. സംസ്ഥാനത്തെ സംഘടനാ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ CPM PB കമ്മീഷൻ എത്തുന്നു. റാന്നി മാമുക്ക് ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റ് കത്താതായത് മൂലം ഗതാഗതക്കുരുക്ക് ഒഴിവാകുന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്തു നിന്നും നീക്കണമെന്ന് കോൺഗ്രസ് വക്താവ് MM ഹസൻ. ഈ ആവശ്യം കേരള കോൺഗ്രസ് നേതാവ് KM മാണിയോട് ആവശ്യപ്പെടുമെന്നും MM ഹസൻ പറഞ്ഞു. UDF-നെ തകർക്കാനാണ് ജോർജിന്റെ ശ്രമം. ഇത് അംഗീകരിക്കില്ല. UDF-ൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുന്നത് ശരിയല്ല. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ PC ജോർജ് ഇടപെടേണ്ടെന്നും ഹസൻ പറഞ്ഞു. PC ജോർജ് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ UDF-ൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം KM മാണി സാറ് തീരുമാനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചീഫ് വിപ്പായിരുന്നുകൊണ്ട് അദ്ദേഹം UDF-നെയും മുഖ്യമന്ത്രിയെയും ഇങ്ങനെ എതിർക്കുന്നത് തുടരാൻ അനുവദിക്കാൻ നമുക്ക് സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ മാണി സാറിനോടും പാർട്ടിയോടും ഞങ്ങൾ ആവശ്യപ്പെടും. കോൺഗ്രസുകാർ ദേശാടന പക്ഷി എന്ന് വിളിച്ച ഹസൻ പണി നിർത്തി വീട്ടിലിരിക്കണമെന്ന PC ജോർജ്. KPCC പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ പറഞ്ഞാൽ രാജിവെക്കാം. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കേരള കോൺഗ്രസ് ആണെന്നും PC ജോർജ് പറഞ്ഞു. കോൺഗ്രസ് MLA-മാരുടെ തന്നെ വായിൽ നിന്ന് ദേശാടന പക്ഷി എന്ന് പേര് കേട്ട അദ്ദേഹം പണി നിർത്തി വീട്ടിലിരിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫോണിൽ വിളിച്ച് ഇതിനോട് പറയണം, PC ജോർജ് ഈ ചീഫ് വിപ്പ് സാറിൽ നിന്ന് മാറിയാൽ എനിക്ക് നിലനിൽപ്പ് ഗുണകരമാണ്, അദ്ദേഹത്തിന് ലാഭം ഉണ്ടാകണം, ഇല്ലേ പറ്റിയല്ല, ലാഭം ഉണ്ടാകണം, എനിക്കെൻ്റെ ലാഭമുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം എന്നോട് ഫോണിൽ പറഞ്ഞാൽ തീർച്ചയായും എൻ്റെ പാർട്ടിയിൽ ഞാൻ എൻ്റെ അപേക്ഷ സമർപ്പിക്കും. സംസ്ഥാനത്തെ സംഘടനാ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ CPM PB കമ്മീഷൻ ഉടൻ കേരളത്തിലെത്തും. ഡൽഹിയിൽ ചേർന്ന CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം കേന്ദ്ര കമ്മിറ്റി അംഗം S രാമചന്ദ്രൻ പിള്ളയാണ് ഇക്കാര്യം അറിയിച്ചത്. PB കമ്മീഷന്റെ സന്ദർശന തീയതി ഉടൻ തീരുമാനിക്കും. സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് VS അച്യുതാനന്ദൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി രാജിവെച്ച ജുഡീഷ്യൽ അന്വേഷണം നേരിടുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി രാജിവെച്ചെങ്കിൽ മാത്രമേ അന്വേഷണം നീതിപൂർവം ആവുകയുള്ളൂ. തട്ടിപ്പിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് ഉൾപ്പെടുത്താതെയുള്ള ജുഡീഷ്യൽ അന്വേഷണം അംഗീകരിക്കില്ലെന്ന് അച്യുതാനന്ദൻ പറഞ്ഞു. നാറാണമൂഴി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സർവീസ് സഹകരണ ബാങ്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീദേവി വിക്രമൻ, പ്രഹ്ലാദൻ, നിഷ അലക്സ്, വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ പുഷ്പാങ്കദൻ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ മികച്ച കർഷകരെ ആദരിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. റാന്നി മാമുക്ക് ജംഗ്ഷനിലെ ട്രാഫിക് ലൈറ്റുകൾ കത്താത്തത് വാഹനയാത്രക്കാർക്ക് ആശ്വാസമാകുന്നു. അശാസ്ത്രീയമായ സിഗ്നൽ സംവിധാനം മൂലമുണ്ടായിക്കൊണ്ടിരുന്ന ഗതാഗതക്കുരുക്ക് ഇപ്പോൾ ഒഴിവായി. റാന്നി മാമുക്ക് ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ കത്താത്തത് വാഹനയാത്രക്കാർക്ക് ആശ്വാസമാകുന്നു. സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഇവിടെ ഗതാഗതക്കുരുക്ക് പതിവാണ്. ഇട്ടിയപ്പാറ ഭാഗത്തു നിന്നും PJT ജംഗ്ഷനിലേക്ക് തിരിയാനുള്ള വാഹനങ്ങൾ സിഗ്നൽ കാത്തു കിടക്കുമ്പോൾ പെരുമ്പുഴ ഭാഗത്തേക്ക് പോകേണ്ടുന്ന വാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള സ്ഥലമില്ലാത്തതാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. സിഗ്നൽ ലൈറ്റ് പ്രവർത്തിക്കാത്തത് കാരണം ഇപ്പോൾ ഇവിടെ ഗതാഗതക്കുരുക്കില്ല. സിഗ്നൽ പ്രവർത്തിക്കരുതേ എന്നാണ് ഇതുമൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പ്രാർത്ഥന. ഈ സിഗ്നൽ ഇട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് വളരെയധികം കുറവുണ്ട്. മറ്റേ വണ്ടി വന്നിരുന്ന സിഗ്നൽ നോക്കി നിൽക്കുന്നുണ്ട്, ഒരുപാട് താമസങ്ങൾ വരുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു വണ്ടി സിഗ്നൽ തെറ്റിച്ച് വന്നാൽ സിഗ്നൽ തെറ്റിച്ച് വരുന്നുണ്ട്, ഇവിടെ ആ പാടെ ബ്ലോക്കായിരുന്നു. അങ്ങനെയൊക്കെ സിഗ്നൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ഒരു ഗതാഗതക്കുരുക്ക് റാന്നിയിൽ മാമുക്കിൽ ഉണ്ടായിട്ടേ ഇല്ല ഇതുവരെ. ഒന്നാമത്തെ കാര്യം റൈറ്റിലേക്കുള്ളത് 2 മിനിറ്റ് 15 സെക്കൻഡേ ഉള്ളൂ. ആ 15 സെക്കൻഡ് ഇട സൈഡിലോട്ട് ഒതുക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട്
വണ്ടി നറുക്ക് തന്നെയാണ് വിട്ടത്. അത് കൂടുതലും ഗതാഗതം റോഡിന് വീതി ഇല്ലാത്തതുണ്ട്. അത് ഗതാഗതം ഇപ്പോൾ ആ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് യാതൊരു ട്രാഫിക് ബ്ലോക്കേ ഇവിടെ ഇല്ല മാമുക്കിലെ. സിറ്റി ന്യൂസ് റാന്നി. റാന്നി മേനാന്തോട്ടം ജംഗ്ഷനിൽ ഓട്ടോ സ്റ്റാൻഡിന്റെ ഭീഷണിയായി നിൽക്കുന്ന ബദാമരം വെട്ടിമാറ്റാൻ നടപടിയായില്ല. ചുവട് ഭാഗം ദ്രവിച്ച് ഏത് നിമിഷവും നിലംപത്താറായി നിൽക്കുകയാണ് ഈ മരം. റാന്നി മേനാന്തോട്ടം ജംഗ്ഷനിൽ ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന ബദാം മരം ഏതു നിമിഷവും നിലംപൊത്താറായ നിലയിലാണ്. ചുവട് ദ്രവിച്ചു തുടങ്ങിയ ഈ മരം പാർക്ക് ചെയ്തിട്ടുള്ള ഓട്ടോറിക്ഷകളുടെ മുകളിലേക്കായിരിക്കും വീഴുക. ഈ ഭയാശങ്കയിലാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. പല പ്രാവശ്യം അങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ വിവരം ധരിപ്പിച്ചെങ്കിലും നാളിതുവരെ ബന്ധപ്പെട്ടവർ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ തയ്യാറായിട്ടില്ലെന്ന് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറഞ്ഞു. അപകടകരമായ രീതിയിലാണ് ഈ ബദാം ഇവിടെ നിൽക്കുന്നത്. ഇതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഓട്ടോ ഇവിടെ ഇടാനും മനുഷ്യർ ഇവിടെ നിന്ന് യാത്ര ചെയ്യാനും പ്രയാസമാണ്. ഈ മരത്തെക്കുറിച്ച് കംപ്ലൈൻറ്റ് ഞങ്ങൾ പഞ്ചായത്തിൽ പല പ്രാവശ്യം പറഞ്ഞതാണ്. പ്രസിഡന്റിനോടും ഇവിടുത്തെ മെമ്പറോടും പറഞ്ഞതാണ്, വൈസ് പ്രസിഡന്റിനോടും പറഞ്ഞതാണ്. യാതൊരു പ്രയോജനവും ഇതിൽ നിന്നുണ്ടായിട്ടില്ല ഇതുവരെയും. 11 kV ലൈൻ ഉൾപ്പെടെയുള്ള വൈദ്യുതി ലൈനുകൾ കടന്നു പോകുന്നത് ഈ മരത്തിന്റെ തൊട്ടരികിൽ കൂടിയാണ്. ഇത് ഏറ്റവും അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഉളവാക്കുന്നത്. മരം പിഴുതു വീണാൽ ഉറപ്പായും ഈ വൈദ്യുതി ലൈനുകളുടെ മുകളിലേക്കാവും വീഴുക. ഇത് വലിയൊരു ദുരന്തത്തിനാവും വഴിവെക്കുക. സിറ്റി ന്യൂസ് റാന്നി. 6ാം ശമ്പള കമ്മീഷൻ പ്രകാരം അനുവദിച്ചിട്ടുള്ള പെൻഷൻ 2005 ഡിസംബർ 31 തീയതിക്ക് മുമ്പായി വിരമിച്ച വിമുക്ത ഭടന്മാർക്കും വിധവകൾക്കും ലഭിക്കുന്നുണ്ടോ എന്ന് സെപ്റ്റംബർ 30 തീയതിക്ക് മുമ്പായി പരിശോധിക്കാം. ജില്ലാ സൈനികക്ഷേമ ഓഫീസിലാണ് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. ഫോൺ നമ്പർ 0468 22 22 104. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ റാന്നി. വാർത്തകൾ തുടരുന്നു. റാന്നി മാമുക്ക് ജംഗ്ഷനിൽ ഇന്റർലോക്ക് ഇട്ടിരിക്കുന്നതിലെ അപാകത മൂലം അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. റാന്നി മാമുക്ക് ജംഗ്ഷനിൽ ഇന്റർലോക്ക് ഭാഗിയിരിക്കുന്നതിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. റോഡിൽ ഇന്റർലോക്ക് ഇട്ടിരിക്കുന്ന ഭാഗം ടാറിട്ട ഭാഗത്തേക്കാൾ ഉയർന്നു നിൽക്കുന്നത് ഇരുചക്ര വാഹനക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ ഒന്നും തന്നെയില്ല. ഇവിടെ പല പ്രാവശ്യം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സ്ഥലത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർ മനോജ് പറഞ്ഞു. പ്രശ്നമാണ്. അതിൽ വണ്ടി ടേണിങ് കഴിഞ്ഞ് വിട്ടുവരുന്ന കൂട്ടത്തിൽ മുന്നറിയിപ്പൊന്നും ഇല്ലല്ലോ. ബമ്പോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. വണ്ടി ആക്സിഡന്റ് ആണ്. ബൈക്ക് വന്ന് ഇവിടെ നിന്ന് കുത്തി മറിഞ്ഞിട്ട് വണ്ടിയിലോട്ട് ഇടിച്ചിട്ടുണ്ട്. ഒരാളെ യാത്രക്കാരെ അടിച്ചിട്ടുണ്ട്. അവർ ആരും ആ പരാതിയൊന്നും കൊടുക്കാൻ പോയില്ല. അല്ലാതെ ഈ പമ്പ് വരുന്ന ഡ്രൈവർമാർക്കോ ഒന്നും അറിയത്തില്ല. ഇവിടെ റാന്നിയിലുള്ളവർക്ക് മാത്രം അറിയാം. ഇത് അത്യാവശ്യമായിട്ട് ഒരു മുന്നറിയിപ്പ് ബോർഡോ അല്ലെങ്കിൽ ശകലവിടെ സ്ലോപ്പാക്കി ഇടുവോ എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ റോഡിന്റെ ലെവലായിരിക്കണം. സിറ്റി ന്യൂസ് റാന്നി. റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. സ്വന്തം തലയ്ക്ക് മുകളിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ കണ്ടമട്ടില്ല പഞ്ചായത്ത് അധികൃതർക്ക്. റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ഇളകി തുടങ്ങി. നാടിന്റെ വികസനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തുന്നവരുടെ തലയിൽ കോൺക്രീറ്റ് അടർന്നു വീണ് അവരുടെ തല വികസിക്കാത്തത് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. കെട്ടിടത്തിന്റെ ടെറസിൽ വെള്ളം കെട്ടിക്കിടന്ന് ചോർച്ച ആരംഭിച്ചിരിക്കുന്നു. ചോർച്ച ഇല്ലാതാക്കാനായി പണിത റൂഫിംഗിന്റെ അവസ്ഥ ഇതാണ്. ഏതായാലും ഒരു ഗുണമുള്ളത് മഴ പെയ്താൽ മാത്രമേ ഇവിടെ ചോർച്ച ഉണ്ടാകുന്നുള്ളൂ എന്നതാണ്. മുകളിലേക്കുള്ള പടികൾ കയറിയാൽ ആക്രിക്കടയെ പോലും വെല്ലുന്ന അതിവിശാലമായ ഷോറൂമാണ് കാണാൻ സാധിക്കുന്നത്. തുരുമ്പിച്ച് ഉപയോഗശൂന്യമായ കസേരകൾ അടുക്കി സൂക്ഷിച്ചിരിക്കുന്നു ഇവിടെ. പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാൻ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന വേസ്റ്റ് ബിന്നുകൾ ഇവിടെ സ്വയം മാലിന്യമായി മാറിയിരിക്കുന്നു. ദോഷം പറയരുതല്ലോ. വനനശീകരണം നമ്മുടെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന ഈ കാലത്ത് റാന്നി ഗ്രാമപഞ്ചായത്ത് കെട്ടിടം ഒരു ചെറിയ വനമായി മാറ്റുവാൻ അധികൃതർ കാണിച്ചിരിക്കുന്ന ശുഷ്കാന്തിയെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. സസ്യശാസ്ത്രത്തിൽ ഗവേഷണം നടത്തുന്നവർക്ക് ഇവിടെ എത്തിയാൽ മിക്കവാറും എല്ലാ തരത്തിലുമുള്ള സസ്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. ആരോഗ്യമുള്ള ജനത നാടിന്റെ സമ്പത്താണെന്നും പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്നും സൂചിപ്പിക്കുന്ന ബോർഡ് പഞ്ചായത്ത് കെട്ടിടത്തിന് മുകളിൽ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. അവിടെയും പരിസരം വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നതിന്റെ കാഴ്ചയാണിത്. പഞ്ചായത്ത് കെട്ടിടത്തിലെ വൈദ്യുതി സംവിധാനവും വളരെ മാതൃകാപരമായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ മാതൃക ആരും അനുകരിക്കാൻ ശ്രമിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് ബോർഡ് കൂടി വെച്ചാൽ കൂടുതൽ നന്നാകുമായിരുന്നു.
ഈ കെട്ടിടത്തിനു വേണ്ടി ചെലവാക്കിയ തുക മാനത്ത് നിന്ന് ആരും കെട്ടിയിറക്കി തന്നതല്ലെന്നും ഈ നാട്ടിലെ സാധാരണക്കാർ സോപ്പും ചീപ്പും തോർത്തുമൊക്കെ വാങ്ങുമ്പോൾ അവരിൽ നിന്നും ഈടാക്കുന്ന നികുതിയിൽ നിന്നാണെന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി നോക്കി നടത്താനാണ് കുറെ ആൾക്കാരെ ഓരോ 5 വർഷം കൂടുമ്പോഴും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാര സ്ഥാനങ്ങളിൽ ഇരുത്തുന്നതെന്നും അധികൃതർ മറക്കാതിരിക്കട്ടെ. സിറ്റി ന്യൂസ്, റാന്നി. പത്തനംതിട്ട സർക്കാർ മഹിളാ മന്ദിരത്തിൽ അടുത്ത വർഷത്തേക്ക് ലീഗൽ കൌൺസിലറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. വനിതാ അഭിഭാഷകർക്ക് അപേക്ഷിക്കാം. സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരും കുറഞ്ഞത് 10 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരുമായിരിക്കണം അപേക്ഷകർ. സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ പതിച്ച ബയോഡേറ്റ എന്നിവ സഹിതം അപേക്ഷ 31-ാം തീയതിക്ക് മുമ്പായി മഹിളാ മന്ദിരം സൂപ്രണ്ടിന് നൽകണം. ഫോൺ നമ്പർ 9447149177. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടവിൽ മുടക്കം വരുത്തിയ ഗുണഭോക്താക്കൾക്ക് മുടക്കപ്പലിശ, പിഴപ്പലിശ എന്നിവയിൽ ഇളവ് അനുവദിച്ച് സർക്കാർ ഉത്തരവായി. ജപ്തി നടപടികളിൽ ഇരിക്കുന്ന വായ്പക്കാർക്കും ആനുകൂല്യം ലഭിക്കും. ഒറ്റത്തവണയായോ തവണകളായോ ഡിസംബർ 31-ാം തീയതിക്ക് മുൻപായി ഇളവുകൾ കഴിച്ചുള്ള തുക അടച്ച് ആധാരം കൈപ്പറ്റാം. റാന്നി, കോഴഞ്ചേരി, അടൂർ താലൂക്കുകളിലെ ഗുണഭോക്താക്കൾ ബോർഡിന്റെ അടൂർ റവന്യൂ ടവറിലുള്ള ബ്രാഞ്ച് ഓഫീസുമായും, തിരുവല്ല, മല്ലപ്പള്ളി, ചെങ്ങന്നൂർ താലൂക്കുകളിലെ ഗുണഭോക്താക്കൾ തിരുവല്ല കുറ്റപ്പുഴ ഡിവിഷൻ ഓഫീസുമായും 31-ാം തീയതിക്ക് മുമ്പായി ബന്ധപ്പെടണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. തടിയൂർ ലയൺസ് ക്ലബിന്റെയും തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 31-ാം തീയതി ശനിയാഴ്ച തടിയൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ക്യാമ്പിന്റെ ഉദ്ഘാടനം അന്നേ ദിവസം രാവിലെ 9 മണിക്ക് രാജു എബ്രഹാം MLA നിർവഹിക്കും. പ്രസിഡന്റ് ഷാജി കൊടുകുന്നേൽ അധ്യക്ഷത വഹിക്കും. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് CEO റവറന്റ് ഡോക്ടർ ഷാജി വാഴയിൽ മുഖ്യപ്രഭാഷണം നടത്തും. ഗൈനക്കോളജി, കാർഡിയോളജി, പീഡിയാട്രിക്, ഒഫ്താൽമോളജി, ഡെർമറ്റോളജി, ഡെന്റൽ, ജനറൽ മെഡിസിൻ, ENT, ജനറൽ സർജറി തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിക്കും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ആ ദിവസം മുതൽ 1 വർഷക്കാലത്തേക്ക് ചികിത്സ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ സൗജന്യമായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കായിരിക്കും ചികിത്സ ലഭിക്കുന്നത്. റാന്നി ഇട്ടിയപ്പാറ മാടപ്പള്ളി ബിൽഡിംഗ്സിൽ കൃപ ബേക്കറിക്ക് സമീപം സ്ത്രീകളുടെയും കുട്ടികളുടെയും കമനീയ വസ്ത്രശേഖരവുമായി നിനോമാക്സ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ശനിയാഴ്ച 10:30 പഴവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ഇനം സാരികൾ, ചുരിദാർ മെറ്റീരിയൽസ്, ഡിസൈനർ കുർത്തീസ്, കിഡ്സ് വിയറുകൾ തുടങ്ങിയവ ഇവിടെ നിന്നും യഥേഷ്ടം തിരഞ്ഞെടുക്കാനാവുമെന്ന് മാനേജിംഗ് ഡയറക്ടർമാരായ നിഷ, ശ്വേത എന്നിവർ അറിയിച്ചു. റാന്നി കോളേജ് റോഡിൽ ബോട്ട്സ് പാലസ് എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച 11 മണിക്ക് പ്രശസ്ത സിനിമാ താരം കൈലാഷ് നിർവഹിക്കും. രാജു എബ്രഹാം MLA ചടങ്ങിൽ സംബന്ധിക്കും. നിര്യാതനായി റാന്നി മുക്കാലുമൺ പനച്ചമൂട്ടിൽ PA സൈമൺ കുഞ്ഞുഞ്ഞ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം 19-ാം തീയതി തിങ്കളാഴ്ച 3 മണിക്ക് പഴവങ്ങാടിക്കര ഇമ്മാനുവേൽ മർത്തോമ പള്ളിയിൽ നടക്കും. റാന്നി മന്ദമരുതി കാക്കാരിക്കൽ കുഞ്ഞുമോൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 1 മണിക്ക് മന്ദമരുതി കാക്കാരിൽ കുടുംബക്കല്ലറയിൽ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. PC ജോർജ് ചീഫ് വിപ്പ് സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് വക്താവ് MM ഹസൻ. MM ഹസൻ പണി നിർത്തി വീട്ടിലിരിക്കട്ടെ എന്ന് ജോർജിന്റെ മറുപടി.
സംസ്ഥാനത്തെ സംഘടനാ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ CPM PB കമ്മീഷൻ എത്തുന്നു. റാന്നി മാമുക്ക് ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റ് കത്താതായത് മൂലം ഗതാഗതക്കുരുക്ക് ഒഴിവാകുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.